ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈകാർത്താനും സുഖമല്ലേ? ഇന്ന് എന്താ പണീന്? കറി വെക്കാണ്. ഉമ്മ കറി വെക്കണ പണിയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും വീഡിയോ ഉണ്ടായിട്ടില്ല അല്ലേ? പിന്നെ ആരൊക്കെ നമ്മളെ വീഡിയോയിൽ കമൻറ്റിൽ പറഞ്ഞിരുന്നു എന്താണ് താടിയും മുടിയൊക്കെ വെട്ടിയിട്ട് വായ പറഞ്ഞിരുന്നു. അപ്പോൾ താടിയും മുടിയൊക്കെ വെട്ടി ലെവലാക്കി വന്നിട്ടുള്ളൂ അമ്മ. കമൻറ്റിലുണ്ടായിരുന്നു താടിയും മുടിയൊക്കെ വെട്ടിയിട്ട് വായ പറഞ്ഞിട്ട്. എന്താ മത്തിയോ? നീന്തേ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. ഇന്നെന്താ ചാറക്ക് തേങ്ങ? നമ്മൾ ചാറക്ക് തേങ്ങ അരക്കണുണ്ടോ? പാത്തു എവിടെ? പാത്തു 2 ദിവസമായിട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ. രാവിലെ ഉണ്ടായിരുന്നു ഇവിടെ പാത്തുവാ. ഇതാട്ടോ നമ്മുടെ പാത്തും ഇറങ്ങിയിരുന്നു. ഇജ്ജ് എവിടെയായിരുന്നു പാത്തുവോ? അപ്പുറത്ത് കൂടെ ഇറങ്ങേ, അപ്പുറത്ത് കൂടെ ഇറങ്ങടി ഉഗ്ഗേ. എവിടെയായിരുന്നു പാത്തുവോ? ഡി ഉഗ്ഗണ്ട, മെല്ലെ മെല്ലെ ഇറങ്ങേ. കഞ്ഞി കുടിച്ചിരുന്നു. എന്നാ വാ. നമ്മുടെ പാത്തുമ്മ കുളീനിക്കച്ച് എൻ്റെ കുളിച്ചോ? കണ്ണൊക്കെ എഴുതി തന്നിക്കൊള്ളു. ആരാ കണ്ണ് എഴുതിക്കണെന്ന്? ഒരു വാല് മാത്രം ഇട്ടിച്ചിക്കണ ആരാ? ആരാ എഴുതി തന്ന്? ഉമ്മച്ചി എഴുതി തന്ന്? കുത്തിട്ടിക്കണോ? കുത്തെവിടെ ഇട്ടിക്കണേ നോക്കട്ടെ. എവിടെ? ആ കുത്തൊക്കെ ഇട്ടിക്കണ്ടോള് അല്ലേ? കഞ്ഞി കുടിച്ചോ? ശരി ശരി. എന്നിട്ട് എന്താ ഇങ്ങോട്ട് ഇറങ്ങി വരാറുന്ന്? അപ്പൊ ഇതാട്ടോ പാത്ത് വന്നിക്കണു. പാത്തുമ്മ, പാത്തുമ്മ ഇജ്ജ് അമ്മായിന്റെ ഇജ്ജിപ്പ അമ്മായി അടുത്തേക്ക് വരലില്ല? കഞ്ഞി കുടിച്ചേജ്? കറി മാമു അല്ലേ? കറി മാമാണ്. അത് ശരി. ഉമ്മ എന്താ അരപ്പീനിക്കാണ്. ആ പത്തുവോ തേങ്ങ കണക്ക് നന്നാ ഇങ്ങോട്ട് വാ. കൊയക്കല്ല, ചോറല്ല അത്, തേങ്ങയാണത്. കൊയച്ചിട്ട് എന്താണ് അത്? അമയത്തിൽ കൂടെ വെക്കണ്ട. അവിടെ പോയിരിക്കേ, അവിടെ പോയിരുന്നെ, അവിടെ പോയിരുന്നെ. ആ അവിടെ ഇന്ന് തിന്നോട്ടോ. എന്തൊക്കെയാണ് വർത്താനം? എന്തൊക്കെ വർത്താനം? എന്ത് സ്പൂണോ? എന്താ ഇനി പറഞ്ഞു? ഉപ്പൂണോ? എന്താ പറഞ്ഞ്? സ്പൂണിന് എന്താ പറഞ്ഞ്? ഇങ്ങനെ തിന്നാനോ? അത്ര അവൾക്ക് എങ്ങനെ തിന്നാന്? അത് അങ്ങനെ കോരി തിന്നാനോ? നാടേ കളിച്ചണ്ട, സ്പൂൺ തരാം. തേങ്ങ തിന്നാനും അവൾക്ക് സ്പൂൺ വേണം അല്ലേ? അത് അമ്മായി സ്പൂൺ ഉണ്ടായിരുന്നു. കുറച്ചീച്ചെ അല്ലെങ്കിൽ കളയിച്ച തിന്നൂല. സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കുതിരനെ കാണാൻ പോയാലോ? കൊറേ ദിവസമായില്ലേ കുതിരനെ കാണാൻ പോയിട്ട്? ഇത് തിന്നിട്ട് പോകേ? തിന്നിട്ട് പോകുന്നില്ല. എന്ത് വെള്ളിയാഴ്ച എണീച്ച് പള്ളിക്കൊക്കെ പോണേ. ഇജുണ്ടോ പള്ളിക്കൊക്കെ? ഇജ് പെൺകുട്ടിയല്ല, എനിക്ക് പള്ളിക്കൊക്കെ വരാൻ പറ്റുമോ? അനക്ക് പോരാൻ പറ്റൂലേ? അപ്പോഴോ അങ്ങ് നിസ്കരിച്ചാ മതിക്കോ? എങ്ങനെ നിസ്കരിച്ചാ? അവിടെ വെക്ക. എങ്ങനെ നിസ്കരിച്ചാ? അത് കാണിച്ചാട്ടിക്ക. എങ്ങനെ നിസ്കരിച്ചാ? അത് കാണിച്ചാട്ടിക്ക. നീച്ചെന്നിട്ട് നിക്ക. അവിടെ നീച്ചെന്നിട്ട് കാണിച്ചാട്ടി. നീച്ചെന്നിട്ട് നിസ്കരിച്ച്. എങ്ങനെ നിക്ക? ഞാൻ പറഞ്ഞുതരാം. അവിടേക്ക് വെക്കേ, അപ്പുറത്തേക്ക് വെക്കേ. നിക്ക, നീച്ചിക്കേ. നിന്നിട്ട് കജ്ജി കെട്ടെ. നിസ്കരിച്ചുമ്പോ എങ്ങനെ കജ്ജി കെട്ടുക? എങ്ങനെ നിസ്കരിച്ചാ? നിസ്കരിച്ച എങ്ങനെ? ആൾക്കറിയില്ല? അറിയില്ല? ഇത് നിസ്കരിച്ച് കണ്ടിട്ടില്ലേ? അമ്മായി ബലൊക്കെ, ഇമ്മി ഉമ്മച്ചി അമ്മായി ഒക്കെ നിസ്കരിച്ച് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല? ഇല്ലേ? നോണ പറയരുത് കേട്ടോ. ഇജ്ജ് നുണച്ചാണ് ഇപ്പൊ.
അപ്പോൾ മക്കളെ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് കുളിച്ച് മാറ്റിട്ടോ ഉണ്ടല്ലേ, തുണിയൊക്കെ എടുത്തിട്ട് പള്ളിക്കൊക്കെ ഉയർത്തി. പത്തുമാ മാമീച്ചാനായോ? ഇച്ചു മാമീച്ചാനായിട്ടില്ല. അനക്കാണോ മാമാണോ? ഇജ് മാമയിച്ചോ? പത്തുവാ ഇജ് മാമയിച്ചോ? ഇജ് പള്ളിക്കൊക്കെ പോന്നില്ലോ? ഞാൻ പള്ളിക്ക് പോയി പോന്നു. ഇജ് പോന്നില്ലോ? എന്താ ഇജ് പോരാർന്ന്? ഓള് പോരുന്ന് പറഞ്ഞതേ. ഇജെന്താ പോരാർന്ന്? പത്തുമ്മ എന്താ പോരാർന്ന്? പാവത്തിനെ കൊണ്ടുപോയില്ലോ. ഉച്ചരിട്ട് ഞാൻ എന്നെ കുതിരനെ കാണാൻ കൊണ്ടുപോട്ടോ. നാളെ ലീവ് വന്നു ഷാനുവിനെ പറ്റി. അപ്പോൾ മക്കളേതാ 2 ദിവസമായിട്ട് ഇപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ ഇടക്കും തലക്കൊക്കെ ആയിട്ട് മുടങ്ങണുണ്ടല്ലേ. മുടങ്ങണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചിലവരൊക്കെ കമൻറ്റിലൊന്ന് പറയുന്നുണ്ട് എന്താണ് വീഡിയോ എടുക്കണില്ല, ഉഴപ്പിടുന്നുണ്ട് എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉഴപ്പ് ഇതാകുന്നല്ല കേട്ടോ. ഞാൻ രാത്രി പണി മാറ്റി, രാത്രിയാണ് നമ്മളെ പണി മാറ്റിയിട്ട് വരും. എത്ര മണിക്കാണ്? നേരം വെളുത്തിട്ടേ വരുള്ളൂ. വന്നിട്ട് പിന്നെ കുറച്ച് നേരം രാത്രി മുഴുവൻ ഉറക്കം വെച്ചിട്ടാവും വരിക. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങാൻ കിട്ടുള്ളൂ നമുക്ക്. പക്ഷെ എന്നിട്ടും അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 4-5 മണിക്കൊക്കെ വന്നിരിക്കുകയാണ് വെച്ചെങ്കിൽ ഒരു 6, 7, 8 മണി വരെ ഞാൻ കിടന്നുറങ്ങും. ഒരു 3 മണിക്കൂറോളം കിടന്നുറങ്ങും കൂട്ടിക്കും. 5 മണിക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴത്തേന് 6-6:30 ആവും. ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് മേത്തൊക്കെ ആകെ ചളി ഇതൊക്കെ ആവില്ലേ, അതൊക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോഴത്തേന് 6-6:30 ആവും. പിന്നെ ചില നേരത്ത് 6 മണി 7 മണിക്കൊക്കെയാണ് കോയണ്ടി പോയാൽ വരിക. ചില നേരത്ത് 8 മണിക്കാണ് വരിക. അങ്ങനെ കറക്റ്റ് ടൈമില്ല. എന്തായാലും നേരം വെളുത്തിട്ട് ഏകദേശം എത്തലുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉറങ്ങിയിട്ടും ഇതായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വന്നാൽ കടന്നുറങ്ങും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും കാര്യങ്ങളും നടക്കില്ല. പിന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇതുവരെ എന്താ കിട്ടിയെന്നുള്ളത് സത്യം ഞാൻ പറഞ്ഞുതരാം. ആകെ എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് വന്നിരിക്കുന്നത് 3 ചില്ലറയെ കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ എടുത്തിട്ടില്ല, അതിൽ തന്നെ ഇട്ടേക്കാണ്. കാരണം അത് നമ്മൾ 3 ചില്ലറ എടുത്താൽ 3000 എടുത്തപ്പോൾ ആവശ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളെ പൈസ കജ്ജി കിട്ടി എന്തായാലും പൈസ കജ്ജിൽ നിൽക്കില്ല. അപ്പോൾ കുറേ ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അത് അങ്ങനെ കിടക്കട്ടെ, ടൈമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണില്ല. കാരണം നമുക്ക് നാളെ മേലൊക്കെ എന്തെങ്കിലും ഉപകാരമാകുന്ന രീതിക്കാവുമ്പോൾ പിന്നെ എടുക്കാച്ചിട്ടോ ഞാൻ. കാരണം ഇപ്പോൾ 3000 എടുത്താൽ 3000 ഇത് അറിയുമ്പോഴത്തേന് ചിലവാകും. നേരെ മറിച്ച് അങ്ങനെ കടന്ന് ഒരു 10-15 ആകുമ്പോൾ പിന്നെ എടുക്കുമ്പോൾ നമുക്ക് നാളെ മേലാക്കും വേറെ എന്തെങ്കിലും ഉപകാരത്തിൽപ്പെടും അത്. അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും പിന്നെ എത്ര ഇടങ്ങാറായിട്ട് എന്തിനാണ് ഈ സാധനം എന്താ പറയുക വീഡിയോ എടുത്ത് നടക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കര കയറും എന്നുള്ളൊരു പ്രതീക്ഷയും വെച്ചിട്ടാണ് ഈ ഒരു ഫോണും പിടിച്ചിട്ട് ഒരു തൂക്കെല്ലാം തൂക്കിയിട്ട് നടന്നു പോകണത്. വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. പിന്നെ നമ്മളെ വീഡിയോ എന്തെന്നെ ആയാലും സ്ഥിരമായിട്ട് ചില വീഡിയോ ഒക്കെ എന്താ പറയുക വമ്പം ഇപ്പം മിന്നാന്നിട്ട വീഡിയോ എന്താ പറയുക 14-15 എന്താ പറയുക അടിച്ച് കയറുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എപ്പോഴേലൊക്കെ കാണുന്നവരേക്കാളും നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ആ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഓൽക്കും വേണ്ടിയിട്ട് നമ്മളേതായാലും തുടത്തിയിട്ട് നിർത്തൂല. തുടത്തിയത് എന്തായാലും ഇനിയിപ്പോൾ ആരില്ലെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളും കമ്മിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവല് ഇന്നെ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ കുറച്ചെങ്കിൽ കുറച്ച് വരുമാനം എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് ഒരു ഉറുപ്പ്യെങ്കിൽ 1 ഉറുപ്പ്യ കിട്ടിയെന്ന് വെച്ചെങ്കിൽ ഈ ഇവല് തുടക്കം മുതൽ എൻ്റെ ഒപ്പം നിന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ ഓലോട് നമ്മളൊരു വാക്ക് പറഞ്ഞിരിക്കണം, വീഡിയോ നിർത്തൂല, ഇതുകൊണ്ടൊന്നും നിർത്തി പോകില്ല എന്നൊക്കെ ഒരു വാക്ക് പറഞ്ഞിരിക്കണം. അപ്പോൾ ആ വാക്ക് പാലിച്ചേണ്ടി വെച്ചിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ മുടങ്ങാതിരിക്കാൻ നോക്കുന്നുണ്ട് വെച്ചെങ്കിലും ഒന്നും അടക്കും തലക്കൊക്കെ മുടങ്ങിയിട്ടാണെന്ന് വെച്ചാലും വീഡിയോ ഒക്കെ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ആ കാണുന്നവരെ സപ്പോർട്ടുള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് വീഡിയോ 1-2 ദിവസം ഇടയിലൊക്കെ മുടങ്ങിയാലും സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോളി. നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി കുറച്ച് പരിപാടികളുണ്ട്. കാരണം പട്ടാമ്പിക്ക് ഒന്ന് പോകാണ്ട്. കാരണം നമ്മളെ കോഴിയുടെ പണിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പോകാണ്ട്. നമ്മൾ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഓർഡർ എടുക്കാനും ഇതിനൊക്കെ ഉണ്ട്. കുറച്ച് പുതിയ കടകൾ ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിന് പോകാണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നല്ല നല്ല കണ്ടൻറ്റുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത് വരയ്ക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.